ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എത്ര തടയണകളുണ്ട്? തടയണകൾ എന്ന് പറഞ്ഞാൽ അണക്കെട്ടുകളുടെ ഒരു മിനിയേച്ചർ രൂപം, അതിൻ്റെ ഒരു മിനി പതിപ്പാണ്. അണക്കെട്ടുകളിൽ സാധാരണ വലിയ നദികളിൽ, പുഴകളിലൊക്കെ ജലം ഒഴുകിപ്പോകുന്നതിനെ തടഞ്ഞു നിർത്തി ചില പ്രത്യേക ദിശകളിലൂടെ അവയെ ഒഴുക്കിവിട്ട് അവയുടെ സഞ്ചാര പാതയിൽ ടർബൈനുകൾ വെച്ച് അത് കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. തടയണയിൽ വൈദ്യുതി പലപ്പോഴും ഉൽപ്പാദിപ്പിക്കാറില്ല. വേണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ എന്തുകൊണ്ടോ പലപ്പോഴും അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് കണ്ടിട്ടില്ല. പക്ഷേ തടയണയിൽ ഇതുപോലെ ചെറിയ അരുവികളിൽ അല്ലെങ്കിൽ ചെറിയ കനാലുകളിൽ, അങ്ങനെ ജലം ഒഴുകിപ്പോകുന്ന ചെറിയ ചെറിയ സംവിധാനങ്ങളിൽ അവയുടെ സഞ്ചാരപഥത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച്, ഒരുപക്ഷെ ചെറിയൊരു മതിൽ പോലെ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ജലത്തെ അവിടെ തന്നെ അതിൻ്റെ നല്ലൊരു ഭാഗം സംഭരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന ആ തടസ്സം അല്ലെങ്കിൽ ഇനി ഒരു മതിൽ എന്തുമായാലും അത് നിറയുന്നത് വരെ ഈ ജലം പുറത്തേക്ക് ഒഴുകുകയില്ല. അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാത്രമാണ് അത് ഓവർഫ്ലോ ചെയ്തിട്ട് കിട്ടുന്ന പിന്നെ ഉണ്ടാകുന്ന ജലമാണ് പുറത്തേക്ക് ഒഴുകുക. അപ്പോൾ ആ ഓവർഫ്ലോ തീരുന്നവരെ, അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്, പുറത്തേക്ക് ഒഴുകുന്ന ജലം അത് ഒരുപക്ഷെ തീർന്നു പോവുക അല്ലെങ്കിൽ നിലച്ചു പോവുകയാണെങ്കിൽ ഈ തടയണയിൽ ജലം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. അപ്പോൾ ഈ തടയണയിലെ ജലം അത്യാവശ്യ ഘട്ടങ്ങളിൽ ജലസേചനത്തിനോ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് ഉയരാനും ഈ തടയണ ഉപയോഗപ്പെടും. നിങ്ങളുടെ വരുമാനത്തിനും തടയണകൾ ആവശ്യമാണ്. വരുമാനം എന്ന് പറയുന്നത് പണത്തിൻ്റെ ഒരു ഒഴുക്കാണ്. അത് നമ്മുടെ കയ്യിൽ വരുമാനം വരുന്ന ആ ദിവസം മുതൽ ഒരു വളരെ ചെറിയ ഒരു സമയദൈർഘ്യത്തേക്ക്, അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക്, ഒരുപക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മാസത്തേക്ക് അതിങ്ങനെ ഒഴുകുകയാണ്. ഒഴുകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലേക്ക്, നിങ്ങളുടെ ചിലവുകളിലേക്ക് ഒഴുകി നിങ്ങളുടെ ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് അത് മുൻപോട്ട് പോകും. പക്ഷേ അധിക സമയം അതിനൊഴുകാൻ സാധിക്കില്ല. കാരണം സാമ്പത്തിക ആവശ്യങ്ങളും അതുപോലെ തന്നെ ചിലവുകളൊക്കെ നിർവഹിച്ച് കഴിയുമ്പോഴേക്കും മിക്കവാറും ഈ പണം തീർന്നിട്ടുണ്ടാകും, ഈ വരുമാനം അവസാനിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ മുഴുവൻ ആവശ്യങ്ങൾക്കും തികഞ്ഞില്ല, അതിനു മുമ്പേയും അത് അവസാനിച്ചു, തീർന്നു പോയി എന്നും വരാം. അപ്പോൾ നമ്മൾ ഈ തടയണ സൃഷ്ടിച്ച്, തടയണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഭരണി, പണസംഭരണി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകൾ, പണം സൂക്ഷിക്കുന്ന വാലറ്റുകൾ, ലോക്കറുകൾ, അങ്ങനെ എന്തിലെങ്കിലും നമ്മൾ കുറച്ച് പണം നമ്മൾ മുൻകൂർ എടുത്ത് മാറ്റിവെക്കുകയാണെങ്കിൽ അത് ഒരു തടയണയായി മാറി. അതുപോലുള്ള പല തടയണകൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ പണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സംഭരണശേഷി അത് നമുക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ഒഴുകിപ്പോകുന്ന പണം തീർന്നാലും ബാക്കിയാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബാക്കിയാകുന്ന ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളും നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ ഈ തടയണയിലെ പണം എടുത്തിട്ട് നമുക്ക് അതെല്ലാം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്ര തടയണകളുണ്ട്? ഇത് ജോസ് കാച്ചപ്പള്ളി. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.